ഗൈസ് ഇവിടെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ 100 സംതിങ് തോന്നണം, 130 എൻ്റെ അടുത്തുണ്ട്. ഇത് ഇവിടെ തന്നെ ഈ ഹോട്ടലിൻ്റെ തന്നെ സൈഡിലുള്ള ഷോപ്പാണ് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഹായ്, നല്ല ഇഷ്ടമായത് പ്ലാൻ പോട്ട്. സൺസ്ക്രീൻ ഈസ് എ മസ്റ്റ്. ഇന്ന് നമ്മൾ പളനി പോവുകയാണ്. നമ്മൾ പോണ വഴിക്ക് നല്ല അടിപൊളി ഒരു സ്ഥലം കണ്ടു. കൂടാരോ കുടിലോ അങ്ങനെ എന്തോ ആണ്. നമ്മൾ അവിടെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഭയങ്കര വെയിലുണ്ട്, പക്ഷെ നമുക്കിത് മിസ് ചെയ്യാനായിട്ട് തോന്നിയില്ല. അടിപൊളി സ്ഥലം കേട്ടോ, രസമുണ്ട്. വെയിലില്ലെങ്കിൽ അടിപൊളിയായിരിക്കും. പാസ് മൂലമാണ് നമുക്കിത് കയറാൻ പറ്റുന്നത്. നല്ല രസം. ഈ സ്ഥലത്തേക്ക് മാത്രമായിട്ട് വേറൊരു ദിവസം വരണ്ടായിരുന്നു. അയ്യോ, എന്നെ കാണാല്ലേ. കാരണം ഒന്നാമത് ഇതൊരു ട്രഡീഷണൽ മീൻസ് അങ്ങനത്തെ ഒരു നാടൻ സ്ഥലമാണ്. നമ്മളാണെങ്കിൽ ജീൻസും ടോപ്പൊക്കെ ഇട്ട് വന്നുള്ളത്. അങ്ങനത്തെ ഡ്രസ്സിലായിരിക്കും ഇവിടെ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇവിടേക്ക് വേണ്ടി, അയ്യോ എൻ്റെ ഫാമിലിയുടെ സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് വേണ്ടി വേറൊരു ദിവസം വരേണ്ടി വരും. പിന്നെ നമ്മൾ ഇപ്പോൾ ലേറ്റ് ആവും കുറേ നേരം ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ വേറൊരു ദിവസം വരണം. ഇവിടെ നിന്ന് പളനി പോയി തിരിച്ചു വരണമെങ്കിൽ ടൈനടിച്ചൊരു വിധവും നമ്മൾ ഉറപ്പാണ്. ഇവിടെ മിറർ നമ്മളിപ്പോൾ റൂമിലാണ് ഉള്ളത്. നേരെ പളനി എത്തിയിട്ട് നേരെ നല്ലപ്പക്കം എന്ന് പറഞ്ഞ ലോഡ്ജിലാട്ടോ നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ വന്നു. നേരെ ഇവിടെ തന്നെ ഫുഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നേരെ ഫുഡ് കഴിച്ചു. ഇവിടെ നേരെ വന്ന് ഫുഡ് കഴിച്ചു. താഴെ പോയി ലഗേജ് ഒക്കെ എടുത്തു. എന്നിട്ട് ഇപ്പം ഇതേ വന്ന് നമ്മൾ കയറിയുള്ളൂ. ഇതാണ് നമ്മുടെ റൂം. ഇനി കുറച്ച് നേരം ഡ്രസ്സൊക്കെ എടുത്തിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടാവും. ആയിട്ടുണ്ടാവും. നമ്മളിനി ചേഞ്ച് ചെയ്യണം. അത്രേ ഉള്ളൂ. സോ നമ്മളിപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായി. ഏകദേശം പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അവിടെ മല കയറാൻ വേണ്ടി പോവാണ്. രാത്രി തന്നെ നമ്മൾ കയറും. പക്ഷെ അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. Look at the sky. അമ്പലത്തിൻ്റെ മുന്നിലാണ്. അമ്പലത്തിൽ കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫോണ് പറ്റില്ല, കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ ഫോൺ ഇവിടെ വയ്ക്കാൻ പോവാണ്.
വരുന്നതാണ്. വെറുതെ രാത്രി നടക്കാൻ നല്ല സുഖമാണ്. വെറുതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേക്ക് ഉണ്ടോയെന്നൊന്നും അറിഞ്ഞുകൂടാ, ലൈറ്റും ഇല്ല. നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുകയാണ്. നമ്മൾ റൂമിൽ പോയിട്ട് മേടിച്ച സാധനങ്ങളൊക്കെ റൂമിൽ പോയി വെച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങും ഫുഡ് കഴിക്കാനായിട്ട്. ഓക്കെ, ഇത് പിടിച്ചുകൊണ്ട് നടക്കാൻ വയ്യ. എന്താ കുതിരവണ്ടിയിൽ പോവാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത യാത്ര കുതിരവണ്ടിയിൽ പളനിയിൽ വന്ന കുതിരവണ്ടിയിൽ പോകാനാണ് ഇഷ്ടം. வேண்ட நீ வேண்டாம் சூடு பூரி இருக்கு, சப்பாத்தி இருக்கு, ചൂട് ദോശ. നല്ലൊരു ഹോട്ടൽ അല്ല, നമ്മൾ വണ്ടി എടുക്കാൻ പറഞ്ഞല്ലേ, പിന്നെന്ത് കുതിരവണ്ടി. ഇത്രയും ദൂരം ഇത്രയും ദൂരം നടന്നത് കൊണ്ട്, കാരണം നമ്മുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലം എത്താറായി. അതുകൊണ്ട് അടുത്തായതുകൊണ്ട് ഇനിയിപ്പോൾ വെറുതെ പൈസ കൊടുത്ത് അതുവരെ കയറേണ്ട കാര്യമില്ല. കാരണം വളരെ കുറച്ച് ദൂരമുള്ളൂ, നടക്കാനുള്ള ദൂരമുള്ളൂ. അതുകൊണ്ട് കുതിരവണ്ടിയിൽ കയറില്ല. മിന്നിത്തിളങ്ങുന്ന ഒരു പറക്കത്തളിക ബസ് വരുന്നുണ്ട്. ഫൈനലി നമ്മൾ റൂമിലെത്തി. ചേച്ചി ഫുഡ് കഴിച്ചു. ഫുഡിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് വീഡിയോ എടുത്തോളൂ. കാരണം നമ്മൾ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഫുഡിൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അത്ര ക്ലീൻ അല്ലാത്തതുകൊണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, എന്തെങ്കിലും കഴിക്കണേ എന്താ നമ്മൾ കഴിച്ചു. എന്നിട്ട് നമ്മൾ വയറ് നിറയാത്തതുകൊണ്ട് തന്നെ ബാക്കറി കയറിയിട്ട് കുറച്ച് നാളൊക്കെ മേടിച്ചു. ലേസും മിഠായിയൊക്കെ മേടിച്ചു. അപ്പം അത്രേ ഉള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇപ്പം 11 മണി ആയിട്ടുണ്ട് സമയം. ആസ് യൂഷ്വൽ ചിലപ്പോൾ അവരൊക്കെ വേണമെങ്കിൽ അവർ വേറെ റൂമിലാട്ടോ. ഞാൻ, അമ്മ, ചേച്ചി മാത്രമാണ് ഈ റൂമിൽ. ബാക്കി കാശി, വിസു, അമ്മായി, മാമൻ മറ്റേ റൂമിലാണ്. ഞങ്ങൾ അടുത്ത് തന്നെ റൂം കിട്ടിയില്ല. അപ്പോൾ അവർ കുറച്ചുള്ളൂ, ഇത്തിരി ഉള്ളൂ, അപ്പുറത്തെ റൂമിലാണ്. അപ്പോൾ ചിലപ്പോൾ അവരിങ്ങോട്ട് വരും, ഇന്ന് ഉറങ്ങാൻ പോവാൻ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ കിടക്കാൻ പോകണം. ബൈ, സീ യു ഇൻ ദ മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ എണീറ്റുള്ളൂ. ഇപ്പോൾ ടൈം 8:45 എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി കുളിക്കാൻ കയറിയത് ഇനി അടുത്തത് ഞാനാണ്, മടിയാവുന്നത്. അപ്പോൾ നമുക്കിനി റെഡി ആയിട്ട് കാണാം. ഓക്കെ, ഞങ്ങളെല്ലാവരും കൂടെ റീൽ എടുക്കാനുള്ള ഒരു തയ്യാറെടുക്കുക. അമ്മ അങ്ങോട്ട് വായോ, ചേച്ചി വാ. ഞങ്ങൾ കുതിരവണ്ടിയിൽ കയറാൻ പോവാണ്. തരൂ
ബ്രഞ്ചാണ്. കാരണം അവിടെ നമ്മൾ വരുമ്പോൾ നമുക്ക് തീരെ നല്ലൊരു റെസ്റ്റോറൻറ്റ് കിട്ടിയില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. തിരഞ്ഞ് അവസാനം ഒരു സ്ഥലത്ത് കയറി വിശന്ന് ഞങ്ങളൊരു വിധമായി. കയറി ഞങ്ങൾ ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചത്, ഒരു ചായയൊക്കെ കുടിച്ച് പോകുന്നു. ഇപ്പോൾ ടൈം 3:45 ഇപ്പോഴാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലം ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. സ്ഥലത്തിൻ്റെ പേരെന്താ, ഇതൊരു റിസോർട്ടാണ്. എന്താണ് ശക്തി റിവർ റിസോർട്ട് കേട്ടോ. അടിപൊളി റിസോർട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ റോക്ക് ആൻഡ് റിവർ ബാറിൻ്റെ മുൻപിലാണ്. ഇവിടെ ലേഡീസിനൊക്കെ നമുക്ക് കയറാൻ പറ്റും. സൂപ്പർ സ്ഥലമാണ് കേട്ടോ. നമ്മൾ ചുമ്മാ റിസോർട്ടൊന്നും ഇങ്ങനെ കറങ്ങി നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാണാൻ മാത്രമുണ്ട് കേട്ടോ റിസോർട്ട്. നല്ല രസമുണ്ട്. ഭയങ്കര വെയിലായിപ്പോയി, അതാണ് ഒന്നാമത്തെ പ്രശ്നം. അടിപൊളിയാണ് കേട്ടോ. നമുക്ക് വേറെ ദിവസം കൊല്ലംകോട് വേറെ ദിവസം വരണം എന്ന് പറഞ്ഞ പോലെ ഈ റിസോർട്ടിക്ക് വേണ്ടി സ്റ്റേ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് വേറെ ദിവസം വരേണ്ടി വരും. അപ്പോൾ അടിപൊളിയായിരിക്കും. വൈകുന്നേരമൊക്കെ വരുവാന്ന് വെച്ചെങ്കിൽ വാട്ടർഫോൾസ്